വണ്ടാഴി പ്രഭാത വായനശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി കൂട്ടുകാർക്കായി വായനക്കളരി സംഘടിപ്പിച്ചു. വായനയെ വരവേൽക്കാമെന്ന സന്ദേശത്തോടെയാണ് വായനക്കളരി സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG എൽദോ ഉദ്ഘാടനം ചെയ്തു. വായന നമ്മിൽ നിന്നെല്ലാം അകന്നു പോവുക, ഒരുപക്ഷെ ഈ മക്കളിൽ അല്ല നമ്മളിലൊക്കെ അത് വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ ഇടപെടൽ അത് സമൂഹത്തിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തുല്യമായ രൂപത്തിൽ നമുക്ക് പല ദോഷങ്ങളും സമ്മാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് നമ്മുടെ പുസ്തക വായനയിൽ നിന്ന് നമ്മളേറെ പുറകിലേക്ക് പോകാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ഒഴിവൊഴിവ് പറയാൻ പറ്റുന്നത് പോലെ ഒരു കോവിഡ് എന്ന് പറയുന്നൊരു സാധനം വന്നപ്പോൾ നമ്മുടെ ജനസമ്പർക്കം, മനുഷ്യരുമായിട്ടുള്ള ഇടപെടൽ ഔപചാരികമായിട്ട് തന്നെ കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്. പരസ്പരം കാണുന്നതും മിണ്ടുന്നതും ഒക്കെ കുറ്റകരമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട നമ്മളൊക്കെ ഒരുപക്ഷെ പണ്ട് കാലത്ത് നോവലിലും ഒക്കെ വായിച്ചതുപോലെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പലരോടും വായിച്ചു കേട്ട ഭീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള അത്തരമൊരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് ഒരുപാട് നാൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തനിച്ചായപ്പോൾ നമ്മളെ ഏറെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചത് നമ്മുടെ മൊബൈൽ ഫോണാണ്. ഇതിലെ സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങളിലൂടെ പല ആളുകളും പുതിയ പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ആ സമയത്ത് വിനിയോഗപ്പെടുത്തി എന്നത് വാസ്തവമാണ്. പക്ഷെ പലരും ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ദോഷകരമായ അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ലൈബ്രറി പ്രസിഡന്റ് NK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ALP സ്കൂൾ അധ്യാപിക A വഹീദ ആശംസാ പ്രസംഗം നടത്തി. ലൈബ്രറി ജില്ലാ കൗൺസിൽ അംഗം MMA ബക്കർ, ALP സ്കൂൾ അധ്യാപിക H ഫൗസിയ എന്നിവർ കുട്ടികൾക്കുള്ള ക്ലാസ് നയിച്ചു. ലൈബ്രറി സെക്രട്ടറി R അനീഷ് സ്വാഗതവും ലൈബ്രറി വൈസ് പ്രസിഡന്റ് K രാജേഷ് നന്ദിയും പറഞ്ഞു. പോലീസ് ASI S സന്ദീപ്, ലൈബ്രറി ഭരണസമിതി അംഗം ഉണ്ണികൃഷ്ണൻ എന്നിവർ വിവിധ സെഷനുകളിലായി പങ്കെടുത്തു. SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ R അതുല്യ, സുലു ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് മെമ്പർ രേഷ്മ ഉണ്ണികൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.